വിശദമായ വാർത്തകളിലേക്ക്. ബീഹാർ ഗവർണർ രാംനാഥ് കോവിന്ദ് എൻഡിഎ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. ബിജെപിയുടെ ദളിത് മോർച്ച അധ്യക്ഷനും രാജ്യസഭാംഗവുമായിരുന്നു ഉത്തർപ്രദേശിലെ കാൺപൂർ സ്വദേശിയായ കോവിന്ദ്. രാംനാഥ് കോവിന്ദിന്റേത് RSS രാഷ്ട്രീയം തന്നെയാണെന്ന് വ്യാഴാഴ്ച ചേർന്ന യോഗത്തിൽ വെച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. എൻഡിഎ സ്ഥാനാർത്ഥി ബിജെപി ദളിത് മോർച്ചയുടെ നേതാവ് മാത്രമാണെന്നും രാജ്യത്ത് വേറെയും പ്രമുഖരായ ദളിത് നേതാക്കളുണ്ടെന്നും തൃണമൂൽ നേതാവ് മമതാ ബാനർജി പ്രതികരിച്ചു. രാഷ്ട്രീയക്കാരനല്ലാത്ത ദളിത് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ കൂടുതൽ ഉചിതമാകുമായിരുന്നുവെന്ന് BSP നേതാവ് മായാവതിയും പറഞ്ഞു. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു ഘട്ടത്തിലും പറഞ്ഞു കേൾക്കാത്ത പേരായിരുന്നു രാംനാഥ് കോവിന്ദിന്റേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന BJP പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷം ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ് രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. एनडीए के प्रत्याशी के रूप में आज श्री रामनाथ कोविंद गवर्नर बिहार का नाम तय किया गया है और मैं रामनाथ जी का परिचय भी आपको देना चाहूंगा. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരെ ഫോണിൽ വിളിച്ച് പിന്തുണ തേടി. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് അറിയിക്കാമെന്ന വാഗ്ദാനം BJP പാലിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സമവായത്തിനുള്ള ആത്മാർത്ഥ ശ്രമമുണ്ടായില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ദളിത് സ്ഥാനാർത്ഥിയാണെങ്കിലും കോവിന്ദിന്റേത് RSS രാഷ്ട്രീയം തന്നെയാണെന്നും യെച്ചൂരി പ്രതികരിച്ചു. On whom do you want to build a consensus? To which they had no answer then. They said when they decide, they'll come back to us again with a proposal. Instead of coming back to us with a proposal, they have announced a candidate. വ്യാഴാഴ്ചത്തെ യോഗത്തിന് ശേഷം പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്താണെന്ന് പ്രഖ്യാപിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും അറിയിച്ചു. ചർച്ചകൾക്കായി BJP നിയോഗിച്ച മന്ത്രിതല സമിതിയോട് പ്രതിപക്ഷ പാർട്ടികളുമായി സമവായ ചർച്ചകൾ തുടരാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകുമോ എന്ന കാര്യം അറിയണമെങ്കിൽ വ്യാഴാഴ്ച ചേരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗ തീരുമാനങ്ങൾക്കായി കാത്തിരിക്കണം. NDA സ്ഥാനാർത്ഥിക്കെതിരെ പൊതുസമ്മതനെ മത്സരിപ്പിക്കുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ആദ്യ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ദില്ലിയിലെ BJP ആസ്ഥാനത്ത് നിന്നും N സന്തോഷ്. ആധാരങ്ങൾ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന ഉത്തരവ് വ്യാജമാണെന്ന് കേന്ദ്രം. അണ്ടർ സെക്രട്ടറി ഷിയോനാൻ സിംഗിന്റെ ഒപ്പോടുകൂടിയാണ് ഉത്തരവ് പ്രചരിച്ചത്. 1950 ശേഷമുള്ള എല്ലാ ആധാരങ്ങളും ആധാറുമായി ബന്ധിപ്പിക്കണമെന്നും ഓഗസ്റ്റ് 14 മുമ്പ് ബന്ധിപ്പിക്കാത്തവ ബിനാമി സ്വത്തായി കണക്കാക്കുമെന്നുമായിരുന്നു ഉത്തരവ് പ്രചരിച്ചത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. സ്വാമി ഗംഗേശാനന്ദ കേസിൽ പെൺകുട്ടി പ്രതിയുടെ അഭിഭാഷകൻ അയച്ച കത്തിനു പിന്നിൽ സംഘപരിവാർ ഗൂഢാലോചനയെന്ന് കാമുകൻ. പെൺകുട്ടി അന്യായ തടങ്കലിലാണെന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കാമുകൻ അയ്യപ്പദാസ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം തേടി. സ്വാമി ഗംഗേശാനന്ദ തന്നെ പീഡിപ്പിച്ചിട്ടില്ലെന്നും സ്വാമിയുടെ ലിംഗം മുറിച്ചത് തന്റെ സുഹൃത്ത് അയ്യപ്പദാസാണെന്നും ചൂണ്ടിക്കാട്ടി പെൺകുട്ടി സ്വാമിയുടെ അഭിഭാഷകന് കത്തയച്ചിരുന്നു. ഈ കത്തിനു പിന്നിൽ സംഘപരിവാർ ഗൂഢാലോചനയാണെന്ന് വ്യക്തമാക്കിയാണ് കാമുകൻ അയ്യപ്പദാസ് ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെ പോലീസിനും കോടതിക്കും നൽകിയ മൊഴിക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് കത്തിൽ പറയുന്നത്. ഇതിനു പിന്നിൽ സംഘപരിവാറാണ്. പെൺകുട്ടിയെ സ്വാമി കഴിഞ്ഞ മെയ് 19 ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു. അന്ന് പെൺകുട്ടി തന്നെയാണ് ലിംഗം മുറിച്ചത്. പെൺകുട്ടിയെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. മെട്ടച്ചിറയിൽ അന്യായമായി പാർപ്പിച്ചിരിക്കുന്ന പെൺകുട്ടിയെ മോചിപ്പിക്കാൻ കോടതി ഇടപെടണമെന്നും അയ്യപ്പദാസ് കോർപ്പസ് ഹർജിയിൽ പറയുന്നു. സത്യം പുറത്തുവരാൻ പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹർജിയിൽ കോടതി പോലീസിന്റെ വിശദീകരണം തേടി. ഈ മാസം 26-ന് ഹർജി ഹൈക്കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് പോക്സോ കോടതി നാളത്തേക്ക് മാറ്റി. ആരോഗ്യനില മോശമായതിനാൽ നിലവിൽ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഗംഗേശാനന്ദയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞ് ജാമ്യം നൽകിയാൽ മതിയെന്ന് പ്രതിഭാഗം കോടതി അറിയിച്ചു. അന്വേഷണത്തിൽ ഇരിക്കെ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ അഭിഭാഷകൻ ഗംഗേശാനന്ദയുടെ ജാമ്യ ഹർജിയെ ശക്തമായി എതിർത്തു. പെൺകുട്ടിയെ ബ്രെയിൻ മാപ്പിംഗിനും പോളിഗ്രാഫിനും വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിച്ചു. എല്ലാ ഹർജികളിലും വാദം കേട്ട കോടതി കേസ് വിധി പറയുന്നതിനായി നാളത്തേക്ക് മാറ്റി. സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് പോക്സോ കോടതി നാളത്തേക്ക് മാറ്റി. ആരോഗ്യനില മോശമായതിനാൽ നിലവിൽ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഗംഗേശാനന്ദയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞ് ജാമ്യം നൽകിയാൽ മതിയെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു.
ആരോഗ്യനില അറിയുന്നതിന് മെഡിക്കൽ റിപ്പോർട്ടുകൾ കോടതിയിൽ വിളിച്ചു വരുത്തണമെന്ന് പ്രതിഭാഗം ആവശ്യമുന്നയിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. എന്നാൽ കേസ് വഴിത്തിരിവിലെത്തി നിൽക്കെ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ അഭിഭാഷകൻ ഗംഗേശ് ആനന്ദയുടെ ജാമ്യ ഹർജിയെ ശക്തമായി എതിർത്തു. പെൺകുട്ടിയെ ബ്രെയിൻ മാപ്പിങ്ങിനും പോളിഗ്രാഫിനും വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ പുതിയ ഹർജി സമർപ്പിച്ചു. എല്ലാ ഹർജികളിലും വാദം കേട്ട കോടതി കേസ് വിധി പറയുന്നതിനായി നാളത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. DGP ജേക്കബ് തോമസ് IMG ഡയറക്ടറായി ചുമതലയേറ്റു. പുതിയ തസ്തിക അപ്രധാനമല്ലെന്നും ജനഹിതമാണ് എൻ മനമെന്നും ചുമതലയേറ്റ ശേഷം അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പോൾ താൻ കൂട്ടിലല്ലെന്നും വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറിയതിന്റെ കാര്യകാരണങ്ങൾ പുതിയ പുസ്തകത്തിലുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. IMG ഡയറക്ടർ തസ്തിക കേഡർ പോസ്റ്റായി ഉയർത്തിയാണ് ജേക്കബ് തോമസിന് നിയമനം നൽകിയത്. 2.5 മാസത്തെ അവധിക്ക് ശേഷം IMG ഡയറക്ടറായിട്ടാണ് ജേക്കബ് തോമസ് സർവീസിലേക്ക് തിരിച്ചെത്തിയത്. IMG ഡയറക്ടർ തസ്തിക കേഡർ പോസ്റ്റായി ഉയർത്തിയാണ് ജേക്കബ് തോമസിന് സർക്കാർ നിയമനം നൽകിയത്. പുതിയ തസ്തിക അപ്രധാനമല്ലെന്നും ജനഹിതം എൻ മനമെന്നും ചുമതലയേറ്റ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. IMG ഡയറക്ടറുടെ ഒരു തസ്തിക അപ്രധാനമാണെന്ന് ആര് പറഞ്ഞു? IMG എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭരായ ആൾക്കാർ ഇരുന്ന് പോയ ഒരു സ്ഥലമാണ്. അത് ജനഹിതം എൻ മനം. താൻ ഇപ്പോൾ കൂട്ടിലല്ലെന്നും വിജിലൻസിൽ നിന്ന് മാറിയതിന്റെ കാര്യം പിന്നീട് പറയുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. പുതിയ പുസ്തകത്തിൽ ഇതുൾപ്പെടെയുള്ള കൂടുതൽ കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാര്യവും കാരണവും കുറച്ച് കഴിയുമ്പോൾ പറയും. എന്തായാലും ഇപ്പം ഞാൻ കൂട്ടിലല്ലല്ലോ, കൂട്ടിലല്ല. ഓക്കെ, അല്ല, ഞാൻ നമ്മൾ ചില സമയത്ത് കൂട്ടിൽ കയറിയിരിക്കും, ചില സമയത്ത് കൂട്ടിന് പുറത്ത്. എവിടെ ആയാലും സന്തോഷം. സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണോ പുസ്തകമെഴുതിയത് എന്ന ചോദ്യത്തിന് സിവിൽ സർവീസിൽ 2 കുട്ടിയെ പാടുള്ളൂ, മൂന്നാമതൊരു കുട്ടിയുണ്ടായാൽ എന്തു ചെയ്യുമെന്നും മൂന്നാമതൊരു കുട്ടി ഉണ്ടായിപ്പോയി എന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് താൻ വിജിലൻസ് ഡയറക്ടറായി പ്രവർത്തിച്ചതെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശ്രീവത്സം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട നഗരസഭയിൽ നിന്ന് മോഷണം പോയ ഫയലുകൾ തിരിച്ചുകിട്ടി. കുടുംബശ്രീ ഓഫീസിന് സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഫയലുകൾ. ഫയൽ കാണാതായ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലാണ് ഫയലുകൾ തിരിച്ചുകിട്ടിയത്. ശ്രീവത്സം ഗ്രൂപ്പ് പത്തനംതിട്ടയിൽ പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തെ സംബന്ധിച്ച ഫയലുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നഗരസഭയിൽ നിന്ന് കാണാതായത്. ഇതാണ് കുടുംബശ്രീ കെട്ടിടത്തിന്റെ പരിസരത്ത് നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും. ശ്രീവത്സം ഗ്രൂപ്പിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോൾ തന്നെ പത്തനംതിട്ടയിലെ കെട്ടിടം പണിയെക്കുറിച്ചും പരാതികൾ ഉയർന്നിരുന്നു. തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നഗരസഭാധ്യക്ഷ രജനി പ്രദീപ് ഫയലുകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും വാങ്ങി പരിശോധിക്കുകയും ചെയ്തു. ശനിയാഴ്ച പോലീസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധനയ്ക്ക് ഫയൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നോക്കുമ്പോഴാണ് ഫയൽ നഷ്ടപ്പെട്ടതായി കാണുന്നത്. മോഷണമാണെന്ന സംശയത്തെ തുടർന്ന് നഗരസഭാധ്യക്ഷ പോലീസ് ചീഫിന് പരാതി നൽകുകയും ഈ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലാണ് ഫയലുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതും. പൊതുമരാമത്ത് നിയമവും നഗരസഭാ കെട്ടിട നിർമ്മാണ നിയമവും ലംഘിച്ചാണ് കെട്ടിടം പണിക്ക് കഴിഞ്ഞ UDF കൗൺസിലിന്റെ കാലത്ത് അനുമതി നൽകിയതെന്നാണ് പരാതി. മാത്രവുമല്ല, പണി പൂർത്തിയാകാത്ത 4 നില കെട്ടിടത്തിന് നഗരസഭാ എഞ്ചിനീയറും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് പണി പൂർത്തിയായതായി സർട്ടിഫിക്കറ്റും നൽകിയിരുന്നു. റിംഗ് റോഡ് പരിസരത്ത് വയൽ നികത്തി കെട്ടിടം പണിയുന്നതിന് നിലവിലെ നിയമം അനുമതി നൽകാത്ത ഘട്ടത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് റവന്യൂ വകുപ്പ് പ്രത്യേക അനുമതി നൽകുകയായിരുന്നെന്നാണ് വിവരം. ഫയൽ കാണാതായ സംഭവത്തിന് ഉത്തരവാദികളെ ഉടൻ കണ്ടെത്തുമെന്ന് പോലീസും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പുതുവൈപ്പിൽ IOC പ്ലാന്റിനെതിരെ നടക്കുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ തിരുവനന്തപുരത്താണെങ്കിൽ പങ്കെടുക്കില്ലെന്ന് സമരസമിതി. ചർച്ച കൊച്ചിയിലാണെങ്കിൽ പങ്കെടുക്കാമെന്നും സമരസമിതിക്കാർ അറിയിച്ചു. അതേസമയം സമരത്തിനു പിന്നിൽ ചില തീവ്ര സംഘടനകൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് റൂറൽ SPയും വ്യക്തമാക്കി. പുതുവൈപ്പിൽ IOCയുടെ പുതിയ സംഭരണ പ്ലാന്റിനെതിരെ സമരം നടത്തുന്നവരും പോലീസും തമ്മിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഈ മാസം 21-ന് മുഖ്യമന്ത്രി ചർച്ച വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചർച്ച നടക്കുന്ന ദിവസം വരെ പ്ലാന്റിന്റെ നിർമ്മാണം നിർത്തിവെക്കുന്നതായി IOC അധികൃതർ ജില്ലാ കളക്ടറെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചർച്ച തിരുവനന്തപുരത്താണെങ്കിൽ തങ്ങൾ പങ്കെടുക്കില്ലെന്ന നിലപാടുമായി സമരസമിതി രംഗത്തെത്തിയിരിക്കുന്നത്. കൊച്ചിയിലാണ് ചർച്ചയെങ്കിൽ പങ്കെടുക്കാമെന്നും സമരസമിതി നിലപാടറിയിച്ചു. അതേസമയം സമരത്തിന് പിന്നിൽ ചില തീവ്ര സംഘടനകൾക്ക് പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നതായി റൂറൽ SP AV ജോർജ് പറഞ്ഞു. ഇക്കാര്യം പ്രത്യേകം അന്വേഷിക്കുമെന്നും SP വ്യക്തമാക്കി. സമരക്കാർക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വൈപ്പിനിൽ UDF ഹർത്താൽ ആചരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുതുവൈപ്പിൻ സംഭവത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കാനം രാജേന്ദ്രൻ. തീവ്രവാദ ബന്ധം ആരോപിക്കുന്നത് വീഴ്ച മറച്ചുവെക്കാനാണെന്നും കാനം പ്രതികരിച്ചു. പുതുവൈപ്പിൽ കഴിഞ്ഞ 2-3 ദിവസക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന നരനായാട്ടം ആണ്. അതിൽ ഉത്തരവാദികളായ
ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയെടുത്തുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. സമരസമിതിയുമായി ചർച്ച ചെയ്ത് എങ്ങനെ ഇനി മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയിലെത്തണം. വികസന കാര്യത്തിൽ പിണറായി വിജയനെ അഭിനന്ദിച്ച് ഒ രാജഗോപാൽ. പിണറായിയുടേത് വികസനത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെയുള്ള നിലപാടുകളാണെന്ന് രാജഗോപാൽ കോഴിക്കോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ആ സഹകരണ വികസനത്തിന്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച് കാണുന്നതിൽ സന്തോഷമുണ്ട്. മെട്രോ യാത്രയിൽ കുമ്മനം നുഴഞ്ഞുകയറിയതല്ലെന്ന് ഒ രാജഗോപാൽ. മെട്രോ യാത്ര ഔദ്യോഗിക പരിപാടി ആയിരുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ പ്രോട്ടോകോൾ ലംഘനമില്ലെന്നും രാജഗോപാൽ പ്രതികരിച്ചു. അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടാണ് പോയത്. സംസ്ഥാന പ്രസിഡന്റ് വലിഞ്ഞു കയറി പോയതല്ല. പ്രോട്ടോകോൾ ബാധിക്കുന്ന ഔദ്യോഗികമായ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം മാറിയിരുന്നു. അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല. മറ്റ് ട്രെയിൻ സഞ്ചാരത്തിൽ പോകുന്നത് അത് ഔദ്യോഗികമായിട്ടുള്ള പരിപാടിയല്ല. അതുകൊണ്ട് അതിന് പ്രോട്ടോകോൾ ബാധകമല്ല. പക്ഷെ അതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് ക്ഷണിച്ചതനുസരിച്ച് അദ്ദേഹത്തിനോടൊപ്പം ആ ട്രെയിനിൽ യാത്ര ചെയ്തു. അവിടെ മറ്റു പലരും ഉണ്ടായിരുന്നല്ലോ. അഫ്ഗാനിസ്ഥാനിലെ IS കേന്ദ്രത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ടതായി ടെലിഫോൺ സന്ദേശം. പാലക്കാട് മംഗലശ്ശേരി സ്വദേശി സജീർ കൊല്ലപ്പെട്ടതായി കാസർഗോഡ് പടന്ന സ്വദേശിക്കാണ് സന്ദേശം ലഭിച്ചത്. അഫ്ഗാനിലെ IS കേന്ദ്രത്തിലുള്ള അഷ്ഫാഖ് മജീദാണ് പടന്ന സ്വദേശിക്ക് സജീറിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള സന്ദേശം അയച്ചത്. നേരത്തെയും അഷ്ഫാഖ് IS കേന്ദ്രത്തിൽ നിന്നും സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി അംഗം KK ദിനേശിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ BJP പ്രവർത്തകൻ കസ്റ്റഡിയിൽ. ദിനേശിന്റെ കുറ്റ്യാടി മൊകേരിയുടെ വീടിനു നേരെയാണ് ബോംബെറിഞ്ഞത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ആക്രമണത്തിൽ വീടിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. ആക്രമണം ആസൂത്രിതമാണെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ പറഞ്ഞു. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ KK ദിനേശിന്റെ വീടിന് നേരെ പുലർച്ചെ 2:30 മണിയോടെയാണ് അക്രമികൾ ബോംബെറിഞ്ഞത്. കുറ്റ്യാടി മൊകേരിയിലെ വീടിന് നേരെ 2 സ്റ്റീൽ ബോംബുകളാണ് എറിഞ്ഞത്. ആക്രമണത്തിൽ വീടിന്റെ 2 നിലകളിലെയും വാതിലുകൾ തകർന്നു. മുൻഭാഗത്തെ ഭിത്തിയും ടൈൽസും ഇളകിയിട്ടുണ്ട്. ബൈക്കിലെത്തിയ BJP പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. ഉഗ്രസ്ഫോടനമാണ് നടന്നതെന്നും രാഷ്ട്രീയ വിരോധമാണ് അക്രമത്തിന് പിന്നിലെന്നും KK ദിനേശൻ പറഞ്ഞു. RSSനും BJPക്കും യൂണിറ്റോ പ്രവർത്തകരോ ഇല്ലാത്ത ഈ പ്രദേശത്ത് വളരെ ആസൂത്രിതമായാണ് ഇങ്ങനെയൊരു ആക്രമണത്തിന് മുതിർന്നിട്ടുള്ളത്. CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലയിൽ എൻ്റെ വീടിനെ ലക്ഷ്യം വെച്ചും വ്യക്തിപരമായി ലക്ഷ്യം വെച്ചും നടത്തിയിരിക്കുന്ന ആക്രമണത്തിൻ്റെ ഭാഗമാണിത്. സംഭവവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകൻ ബിപിൻ ദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ നേരത്തെ പോലീസിനെ ആക്രമിച്ച കേസിലും പ്രതിയാണ്. നേരത്തെ CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർക്ക് നേരെയും BJP RSS പ്രവർത്തകർ ബോംബാക്രമണം നടത്തിയിരുന്നു. ജില്ലയിൽ സംഘർഷമുണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് RSS നടത്തുന്നതെന്ന് വീട് സന്ദർശിച്ച P മോഹനൻ മാസ്റ്റർ പറഞ്ഞു. യാതൊരു സംഘർഷവും ഇല്ലാത്തൊരു മേഖലയാണിത്. ഇവിടെ സംഘർഷങ്ങൾ കുത്തിപ്പൊക്കി CPMന്റെ അണികളെ പ്രവർത്തകരെ എല്ലാം പ്രകോപിതരാക്കുന്നതിനാണ് ഈ ഗൂഢാലോചന എന്നുള്ളത് വ്യക്തമാണ്. അക്രമം അവസാനിപ്പിക്കണമെന്ന സമാധാനയോഗ തീരുമാനം കാറ്റിൽ പറത്തിയാണ് CPIM നേതാവിന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയത്. ആക്രമണ വിവരമറിഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും CPIM പ്രവർത്തകരും KK ദിനേശിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഗൾഫിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ വിമാനത്തിനുള്ളിൽ പ്രസവിച്ച മലയാളി യുവതിയും കുഞ്ഞും മുംബൈയിൽ ആശുപത്രിയിൽ സുഖമായിരിക്കുന്നു. 35,000 അടി ഉയരത്തിലായിരുന്ന വിമാനം അടിയന്തരമായി മുംബൈ വിമാനത്താവളത്തിലിറക്കി യുവതിയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കുഞ്ഞിന് ജെറ്റ് എയർവേസിന്റെ ലൈഫ് ടൈം ഫ്രീ ടിക്കറ്റ് സമ്മാനമായി ലഭിക്കും. സൗദിയിലെ ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര തുടങ്ങുമ്പോൾ മലയാളിയായ സിസിമോളുടെ ഉദരത്തിൽ 30 ആഴ്ച മാത്രം പ്രായമായ ഒരു കുഞ്ഞുണ്ടായിരുന്നു. വിമാനം ആകാശത്തേക്ക് പറന്നുയർന്ന് കൃത്യമായി പറഞ്ഞാൽ 35,000 അടി മുകളിലെത്തിയപ്പോൾ സിസിമോൾക്ക് അപ്രതീക്ഷിതമായി പ്രസവവേദന അനുഭവപ്പെട്ടു. ഈ സമയം വിമാനം പാകിസ്ഥാനിലെ കറാച്ചിക്ക് മുകളിലെ ആകാശപാതയിലായിരുന്നു. ഫ്ലൈറ്റിൽ മെഡിക്കൽ സംഘം ഇല്ലാതിരുന്നതിനാൽ ഫ്ലൈറ്റ് അധികൃതർ യാത്രക്കാരിൽ ആരെങ്കിലും ഡോക്ടറാണെങ്കിൽ അടിയന്തര സഹായം നൽകാൻ അനൗൺസ് ചെയ്തു. എന്നാൽ പാരാമെഡിക്കൽ നഴ്സായ ഒരു മലയാളി സ്ത്രീ മാത്രമാണ് മുന്നോട്ട് വന്നത്.
ആ കൊച്ചി സ്വദേശിയുടെ നേതൃത്വത്തിൽ 4 വിമാന ജീവനക്കാർ ചേർന്ന് സിസിമോളുടെ പ്രസവ ശുശ്രൂഷകൾ നടത്തി. അങ്ങനെ പാകിസ്ഥാന്റെ ആകാശത്ത് സിസിമോൾ ഒരു ഇന്ത്യക്കാരനായ ആൺകുഞ്ഞിന് ജന്മം നൽകി. തുടർന്നുള്ള യാത്ര ആരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൊച്ചിയിലേക്കുള്ള വിമാനം മുംബൈയിൽ ഇറക്കി അമ്മയെയും കുഞ്ഞിനെയും മുംബൈയിലെ അന്ധേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജെറ്റ് എയർവേസിന്റെ 9W569 എന്ന വിമാനമാണ് ഈ അപൂർവ നിമിഷത്തിന് വേദിയായത്. ഈ പുതിയ അതിഥിക്ക് ജെറ്റ് എയർവേസ് വിലമതിക്കാനാകാത്തൊരു സമ്മാനവും വാഗ്ദാനം ചെയ്തു. ആജീവനാന്ത സൗജന്യ വിമാനയാത്രയാണ് ആകാശത്തു ജനിച്ച ഈ അതിഥിക്കുള്ള ജെറ്റ് എയർവേസിന്റെ ജന്മദിന സമ്മാനം. ന്യൂസ് ഡെസ്ക്. കൊച്ചിയിൽ വിവാഹ അഭ്യർത്ഥന നിരസിച്ചെന്നാരോപിച്ച് യുവതിക്ക് നേരെ ആക്രമണം. യുവതിയുടെ കഴുത്തിന് മുറിവേറ്റു. ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകം പ്രതി പോലീസിന്റെ പിടിയിലായി. കോതമംഗലം സ്വദേശി ശ്യാമാണ് പിടിയിലായത്. രാവിലെ 6 മണിയോടെയാണ് സംഭവം. കലൂർ ദേശാഭിമാനി ജംഗ്ഷന് സമീപം സ്വകാര്യ ലാബിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയാണ് ആക്രമിക്കപ്പെട്ടത്. ബൈക്കിലെത്തിയ യുവാവ് പെൺകുട്ടിയെ പെയിന്റ് മിക്സിന് ഉപയോഗിക്കുന്ന പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിന് പിന്നിൽ കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിച്ചു. അതേസമയം യുവാവ് ബൈക്കിൽ കടന്നു കളഞ്ഞു. പെൺകുട്ടിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താനായിരുന്നു യുവാവിന്റെ ശ്രമമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കൈ കിട്ടിയ ബാറായിട്ട് അവിടെ നിന്ന് ഓടി ഈ 3 നിലയെന്ന് സ്റ്റെപ്പ് ഓടി ഇറങ്ങി താഴെ വന്ന് ഞാൻ താഴെ വന്ന് അവിടെ നിന്ന് തന്നെ അലറിയപ്പോഴേക്കും ഇവൻ ആ അലർച്ചയിൽ ഇവൻ്റെ ആ ഉദ്യമത്തിൽ നിന്ന് അവൻ പിൻവാങ്ങാനുണ്ടായത്. അപ്പോൾ ഇവളുടെ കൂടെ ഈ പെൺകുട്ടിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു മണിപ്പൂരികാരിയാണ്. അവള് ഇവനെ പ്രതിരോധിക്കാനായിട്ട് നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ശ്രമം ആ തക്ക സമയത്ത് അത് ഉപകരിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഞാൻ ഈ ബാറായിട്ട് ഓടി വന്നെ കണ്ടിട്ടാണ് അവൻ പെട്ടെന്ന് ബൈക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവണമെന്ന് പ്രതീക്ഷിക്കണം. കാരണം അത്ര വേഗത്തിൽ അവനവിടെ നിന്ന് സ്കിപ്പായി പോയി. അതാണ് ഉണ്ടായത്. ബോഡി വന്നില്ലായിരുന്നെങ്കിൽ മുടി ചുറ്റിപ്പിടിച്ച് അവൻ കഴുത്തറുത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ച കോതമംഗലം സ്വദേശി ശ്യാമിനെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി. പെൺകുട്ടിയും ഇയാളും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും വിവാഹാഭ്യർത്ഥന നിരസിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം പരിക്കേറ്റ പെൺകുട്ടിക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ക്യാൻസർ ചികിത്സാ രംഗത്ത് ഏറെ സഹായകരമായ പെറ്റ് സിറ്റി സ്കാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. മലബാറിലെ തന്നെ ആദ്യ 3 റിംഗ് പെറ്റ് സിറ്റി സ്കാൻ ഇന്നസെന്റ് എംപി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, മെഡിക്കൽ കോളേജ് ഓങ്കോളജി വിഭാഗം തലവൻ ഡോക്ടർ അജയ് കുമാർ, IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വിജി പ്രദീപ് കുമാർ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ KG അലക്സാണ്ടർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുപാട് പ്രയാസങ്ങൾക്ക് വിധേയരായി ജനങ്ങളാരും ശ്രദ്ധിക്കാതെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന മണ്ണിന്റെ മക്കളുണ്ടാകും. മണ്ണിന്റെ മക്കളുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാ. അവർക്ക് ഭക്ഷണം നൽകേണ്ടത് മണ്ണിന്റെ മക്കളായിട്ടുള്ള അഗതികൾക്ക് എന്നിട്ട് വിശ്വാസം ഉൾക്കൊള്ളുക. ഈ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം വിശ്വാസികളും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരുമായി മാറുക.